നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് ഇത് എന്തു പറ്റി? സാധാരണഗതിയിൽ കാണാത്ത തരത്തിൽ മുണ്ട് മടത്തിക്കുത്തി ചെളിയിലേക്കൊക്കെ തന്നെ ഇറങ്ങി, ചേറിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു അന്വേഷണം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഇത്രയും ദ്രുതഗതിയിൽ അദ്ദേഹം അവിടെ എത്താറില്ല. ഇത്തരത്തിൽ മുണ്ടും മടക്കി കുത്തി ചേറിലേക്ക് ഇറങ്ങിയുള്ള ഇത്തരം ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറില്ല. ഇതിപ്പോൾ ഒരു പടി മുൻപേ മുഖ്യമന്ത്രി അവിടെ എത്തിയത് കൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹം വളരെ സൗമ്യനായിട്ട് ഇത് കടുത്ത മഴയിലും തലയിലൊരു തൊപ്പിയും കുടയും ഒക്കെ ചൂടി അദ്ദേഹം മുണ്ടും മടത്തി കുത്തി അദ്ദേഹം ചേറിലൂടെ നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗോവിന്ദ മാഷൊക്കെ ഉണ്ട് കൂടെ. അവരും ഇതുപോലെ തന്നെയാണ്. മുൻ മുഖ്യൻ ഇപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് തങ്ങളും ഇറങ്ങിയില്ലെങ്കിൽ അത് വലിയ എരണക്കേടാകുമല്ലോ, അല്ലെങ്കിൽ അത് വലിയ തൊല്ലയാകുമല്ലോ ഈ മാധ്യമ പ്രവർത്തകരെ കാണണം. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഇറങ്ങുന്ന അതുപോലെയാണ് മുഖത്തെ മട്ടും പാതിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി അവിടുത്തെ സ്ഥലം, പ്രത്യേകിച്ചും ഈ കള്ളാടിയിലെ സ്ഥലം, ഈ ദുരിത പ്രദേശം ഒക്കെ തന്നെ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. അതിന് മറുപടിയുമായി അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും എത്തുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന തെറ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീഴ്ച മറയ്ക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് എന്നും പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് സൂത്രപ്പണിയിലൂടെയല്ലെന്നും പിണറായി പറയുന്നു. വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മഴ രൂക്ഷമായാൽ മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്നും 2 ആഴ്ച മുൻപ് തന്നെ യോഗങ്ങളിൽ വിലയിരുത്തിയിട്ടും സർക്കാർ തലത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കാണേണ്ടത്. ഇത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയുമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഏതുതരം വീഴ്ചകളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ പ്രാപ്തരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, സാങ്കേതിക വിദഗ്ധരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ആളുകളെ, ജനങ്ങളെ, നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അത് ചില ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുവെന്നാണ് കാണുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമായതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യം. തെറ്റായ വസ്തുതകളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതായി കണ്ടു. സുതാര്യമായി നടന്ന പഠനമാണിത്. 2023 പഠനം നടന്നത്. എല്ലാ പഠനവും പൂർത്തീകരിച്ചു. സംസ്ഥാനവും കേന്ദ്രവും അനുമതി നൽകി. ഹൈക്കോടതി 2025 ഡിസംബർ 16 അനുമതി ലഭിച്ചതിനെതിരായ ഹർജികൾ തള്ളി. അപ്പീലുകൾ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും ഹൈക്കോടതി വിധി ശരിവെച്ചു. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങി എന്ന ആരോപണം കോടതിയോടുള്ള അവഗണനയാണ്. പലരെയും പഴിചാരി മന്ത്രിമാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും പിണറായി വ്യക്തമാക്കി. ഉന്നതതല യോഗമാണ് മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയത്. ആ തീരുമാനം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് ഉത്തരവാദി? അനന്തമായ സാധ്യത തുറക്കുന്ന പദ്ധതിയാണ് വയനാട് തുരങ്കപാത പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണ് കൂനയായി നിൽക്കുന്നുണ്ട്. അതും മുകളിൽ നിന്ന് വന്ന മണ്ണും ചേർന്നാണ് ഒലിച്ചിറങ്ങുന്നത്. ക്യാമ്പിലുള്ളവർ ചില പ്രയാസങ്ങൾ അറിയിച്ചു. ആവശ്യത്തിന് വസ്ത്രങ്ങളില്ല. സ്ത്രീകൾ ഉടുത്തുവന്ന വസ്ത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അക്കാര്യത്തിൽ ശ്രദ്ധ വേണം. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പം ചേരുന്നു. അനുശോചനം അറിയിക്കുന്നു.
കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതേസമയം വയനാട്ടിൽ ശക്തമായ മഴയുണ്ടായി, വേണ്ട മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പോയത്? അപകട മുന്നറിയിപ്പ് നൽകിയില്ല, അലംഭാവം ഉണ്ടായി. തീവ്ര മഴ ഉണ്ടായിട്ടും ജില്ലയിൽ ഉണ്ടായിരുന്നത് യെല്ലോ അലേർട്ട് മാത്രമാണ്. സുരക്ഷാ മുൻകരുതൽ ഉണ്ടായില്ല. ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മുന്നിട്ടിറങ്ങി. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ദുരന്തമുണ്ടായ ശേഷമാണ്. കൂട്ടിയിട്ട മണ്ണിന്റെ ഉള്ളിലൂടെയാണ് വെള്ളം വന്നത്. കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ അതുണ്ടായില്ല. സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും ആവശ്യമായ നടപടി എടുത്തില്ല. നിർദ്ദേശങ്ങൾ നടപ്പായില്ല. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ എന്തെങ്കിലും നടപടികൾ സർക്കാർ എന്ന നിലയ്ക്ക് സ്വീകരിച്ചതായി കാണുന്നില്ല. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ച് എന്ന് കൊങ്കൺ റെയിൽവേ ഉറപ്പ് വരുത്തണമെന്നായിരുന്നു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ട് 2 ആഴ്ച സമയം ഉണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് ഗൗരവകരമുള്ള കാര്യമാണ്. മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചത്. സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. കുറ്റകരമായ അനാസ്ഥയാണ് നടന്നത്. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് നല്ല കാര്യമാണെന്നും നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കരുതെന്നും സർക്കാർ തലത്തിൽ തന്നെ ശ്രമം നടക്കുന്നുവെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയും ഇതിന് അതിരൂക്ഷമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രതികരണം കാണാം. അല്ലല്ല, അത് ഞാൻ പറയില്ല, അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രിസഭയിൽ അധ്യക്ഷത വഹിച്ച ആളാണ് ഞാനിപ്പോ കരാറുകാരാണോ അല്ലെങ്കിൽ തുരങ്കപാതയാണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. എനിക്ക് പറയാൻ പാടില്ല. അത് തീർച്ചയായിട്ടും സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീരുമാനം വരട്ടെ. നാളെ രാവിലെ തന്നെ അത് ആരംഭിക്കും. അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇത് എന്നൊക്കെ പറഞ്ഞത്. അതല്ല, അത് നമുക്ക് ഞാൻ പറഞ്ഞിരിക്കും. അത് ഇപ്പോ അവര് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള 2 മന്ത്രിമാരെയാണ് നമ്മൾ അവിടെ അയച്ചത്. അവര് അവിടെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ മാധ്യമപ്രവർത്തകരോട് പറയും, നിങ്ങളത് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി പിന്നീട് പിറ്റേ ദിവസം അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അവർ പ്രാഥമിക വിവരം, ഞാൻ ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓഫീസിൽ പറഞ്ഞ കാര്യം പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനു മുമ്പ് ഞാനത് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, PWDയുമായി ബന്ധപ്പെട്ടു, പല കേന്ദ്രങ്ങളിലും ബന്ധപ്പെട്ടു, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലൊക്കേഷൻ കണ്ടു. ഇതെല്ലാം കണ്ടിട്ടുള്ള പ്രാഥമികമായ വിവരം. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ പാനിക്കാവരുത്. പാനിക്കാതിരിക്കാനാണ് വേണ്ടി പറയുന്നത്. അപ്പൊ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഗുരുതരമായ പ്രശ്നം ഏതാണ്ട് ഒരേ പരിസര പ്രദേശത്താണ്. പുത്തുമലയിൽ 2 പ്രാവശ്യം, അത് കഴിഞ്ഞ് ചുരമല മുണ്ടക്കൈ, ഇപ്പൊ ഏറ്റവും കൂടുതൽ കള്ളാടി. ഇത് അവിടെ ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസം. എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള നിലയിലേക്ക് ഒരു പഠനം പോകേണ്ടതല്ലേ? ഉറപ്പായിട്ട് അതാണല്ലോ ഞാൻ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞതാണല്ലോ. ഈ ടണലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഉള്ളടക്കം പഠിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഇവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട ഒരാളാണ്, അറിയാലോ, ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ്. എന്ത് പറഞ്ഞതിന്റെ പേരില്ല? കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ടണലിന്റെ വർക്ക് തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ മണ്ണിന്റെ സ്ട്രക്ചർ കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 1000കണക്കിന് ഡിഫറൻസ് ഉണ്ട് കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈവേ നിർമ്മാണത്തിന് മുമ്പും കേരളിന്റെ നിർമ്മാണത്തിന് മുമ്പും ഞാൻ അത് പറഞ്ഞു. എന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കളിയാക്കി. ഈ വയനാടിന്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, അത് ഫ്രജൈലാണ്, വളരെ ദുർബലമായ ഘടനയാണ്. അപ്പോൾ ഇനി വളരെ ശക്തിയായിട്ട് പാറ പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അല്ലേ, തുരങ്കം നിർമ്മിക്കുമ്പോൾ പാറ പൊട്ടിക്കേണ്ടി വരും, ഡിഗ് ചെയ്യേണ്ടി വരും, ഒരുപാട് വളരെ ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ക്കിൽ ഈ ഫ്രജൈലായ ഈ ദുർബലമായ ഈ മണ്ണിന്റെ ഒരു ഘടനയുണ്ട്, അത് ചിലപ്പോൾ ലൂസാകാൻ സാധ്യതയുണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നീട് ഒരു കനത്ത മഴ പെയ്യുമ്പോഴാണ് ഈ ലൂസായ മണ്ണ് നേരെ താഴേക്ക് ഇരിക്കുന്നതും പാറ പൊട്ടിപ്പോകുന്നതും. അപ്പം അത് മുൻകൂട്ടി കണ്ടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരുപാട് നിങ്ങൾക്കറിയാലോ എന്തുമാത്രം ആക്ഷേപിക്കപ്പെട്ടു. ഉത്കണ്ഠ കൊണ്ടാണ് അത് പറഞ്ഞത്, ഉത്കണ്ഠ കൊണ്ടാണ്, ഭയം കൊണ്ടാണ് പറഞ്ഞത്. അല്ല, മണ്ണിന്റെ ഘടനയെക്കുറിച്ച് വിദഗ്ധനൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ ആളുകൾ, പൊതുപ്രവർത്തകരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിന്റെ ഹൈവേയുടെ സമയത്തും പറഞ്ഞു,
ഹൈവേയുടെ സമയത്ത് പറയും ഹൈവേ നിർമ്മാണത്തിനും ഇങ്ങനൊരു അപാകത പറ്റിയിട്ടുണ്ട്. ഹൈവേ നിർമ്മാണത്തിന് കേരളത്തിൽ എപ്പോഴും ഏത് കൺസ്ട്രക്ഷനും കേരളത്തിൽ മണ്ണ് പരിശോധന നടത്തിയിട്ടേ പാടുള്ളൂ. വയനാട്ടിലെ മണ്ണല്ല കോഴിക്കോട് ചെല്ലുമ്പോൾ, കോഴിക്കോടത്തെ അല്ല വടകരയിൽ ചെല്ലുമ്പോൾ, ഏത് കൺസ്ട്രക്ഷനും ആ മണ്ണിന്റെ അതുണ്ടല്ലോ. ഈ PWD മാനുവലിലൊക്കെ ഇല്ലേ മണ്ണ് പരിശോധന നടത്തണം. പാലം പണിയുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നടത്തില്ലേ പാലത്തിന്റെ അവിടെ? കാരണം ചെളി എത്രയുണ്ട്, അപ്പോൾ അതിന്റെ പില്ലർ എത്രമാത്രം താഴണം, അതിന്റെ താഴെ ബ്ലോക്ക് ചെയ്യണം. പാറ കണ്ടുപിടിച്ചിട്ടാണ് പില്ലർ വയ്ക്കുന്നത് പാലത്തിന്റെ. കാരണം മണ്ണ് ചെളിയാണെങ്കിൽ വീണ്ടും ഇത് പാലത്തിന്റെ വെയിറ്റ് വരുമ്പോൾ ഇത് താഴോട്ട് പോകും. അതുകൊണ്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊക്കെ 10-25 വർഷം MLA ആയിരിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടതിന്റെ അനുഭവത്തിലാണ് അത് പറഞ്ഞത്. ഹൈവേ നിർമ്മാണത്തിന് പല സ്ഥലത്തും അത് ചെയ്തിട്ടില്ല. അവർ മറ്റു സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന മോഡലിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എത്ര സ്ഥലത്താണ് തകർന്നു വീണത്. ഈ സ്ട്രക്ചർ തകർന്നു വീണത് എന്തുകൊണ്ടാണ്? മണ്ണിന്റെ ഘടന പഠിക്കാതെ അത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് പറ്റി. എത്ര സ്ഥലത്ത് തകർന്നു വീണു കേരളം മുഴുവൻ.